ചെന്നിട്ട് ഉടുപ്പൊക്കെ മാറിയിട്ട് കളിക്കാൻ പോവാതെ പോയിരുന്ന് പഠിച്ചോളണം. കൊല്ല പരീക്ഷ വരിക. പിന്നെ ഞാൻ എല്ലാം പഠിച്ചു റിവിഷൻ ഉണ്ടായിരുന്നു. മലയാളം ഉണ്ട് പഠിക്കാൻ കുറച്ചേ ഉള്ളൂ. നിനക്കൊന്നുമില്ലല്ലോ പഠിക്കാൻ. അല്ലെങ്കിൽ ഹലോ വന്നല്ല അമ്പല വിഴുങ്ങികള് ഇതെന്താ എപ്പോഴും രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോണത്? അമ്പലത്തിൽ പോണ എന്തിനാ പ്രാർത്ഥിക്കാൻ? നമുക്ക് ആരോടാ പിന്നെ പറയാനുള്ളത്? ക്ലീറ്റുവിന്റെ അർച്ചന നടത്താൻ വേണ്ടി പോയതാ. ആകെ ഒരു ടെൻഷൻ ക്ലീറ്റുവിന്. ആണോ? നന്നായി. അവളെവിടെ? അവള് എഴുന്നേറ്റിട്ടില്ലടാ ഇതുവരെ. എന്തെങ്കിലും എഴുന്നിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുക്കും തന്നെ. തൂത്തിട്ട് കൊടുക്കാന്ന് വിചാരിച്ച്. ഇവിടെയൊക്കെ കണ്ടാ ഭയങ്കര അഴുക്കായിട്ടിരിക്കുന്നു. അങ്ങോട്ട് പറഞ്ഞു വിടണേ. പറഞ്ഞിട ഇവിടെ ചന്ദന. ഹലോ 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 ആരാ നാത്തൂനെ? ആർക്കറിയാം? 2-3 പ്രാവശ്യം ഇപ്പൊ വിളിക്കണേ. എടുക്കുമ്പോ കട്ടാക്കിക്കളെ. നമ്പർ വല്ലതും തെറ്റി വല്ലതും വിളിക്കണായിരിക്കും. എന്ന് വെച്ചാൽ എന്താ പറയാൻ പാടില്ലേ? വല്ലതും ഉണ്ടാക്കിട്ടാണോ പോയത്? ഞാനും കഴിച്ചില്ല. നീ ഇവിടെ വന്ന് കഴിക്ക്. പുട്ടും കടലയും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ പിന്നെ ഞാൻ കൂടി എടുത്തു. ഇവക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്ക് ഞാൻ എടുത്തു നിന്നോളാം. ഞാൻ ഇവിടെ മാറ്റിക്കോളാം. വേണ്ട വേണ്ട, നീ വന്നേ. ഇനി ആ ഉടുപ്പിട്ട് ചീട്ടാക്കാൻ. ഡ്രസ് മാറ്റി. നല്ലോണം വിളിക്കാനായപ്പോഴത്തേക്കും ഹലോ 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 ഇതെന്തുവാ? കുറെ നേരായി. ഹലോ ഹലോ, എനിക്ക് കേൾക്കാൻ, പറഞ്ഞോ. ഹലോ ഹലോ എന്തോ എടുത്തിട്ട് മിണ്ടാതിരിക്കുന്നത്. ഹലോ ഹലോ, എന്നാലും അത് ഏതവനായിരിക്കും? എനിക്ക് ആലോചിച്ചിട്ട് ഒറ്റ പിടിയും കിട്ടണില്ല. എന്തിനെങ്കിലും വിളിക്കണേന്നുള്ളതാ. എത്ര ദിവസം ഈ ഞരമ്പ് രോഗി ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്? ഒരു 2 ദിവസമൊക്കെ. മിനിഞ്ഞാന്ന് അമ്പലത്തിൽ പോയില്ലേ, അന്നാ ആദ്യമായിട്ട് കോള് വന്നത്. നാത്തൂനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ തയ്ക്കാൻ വരുന്ന വല്ലവർക്കും നമ്പർ വല്ലതും കൊടുത്തിട്ടുണ്ട് പരിചയമില്ലാത്ത ആർക്കെങ്കിലും ഒക്കെ? പിന്നെ ആരിതിന് മാത്രം പരിചയമില്ലാത്തവർ എൻ്റെ അടുത്ത് തയ്ക്കാൻ വന്നത്? അയ്യോ, കുറെ അലവലാദികളുണ്ട് ഇങ്ങനത്തെ വൃത്തികേട്. എന്നെ വിളിച്ചിട്ട് എന്താ പ്രയോജനം? അയ്യോ, ഇത് ഇങ്ങനെയുള്ള അവന്മാരുടെ ഒരു സൂക്കേടാണ്. പെണ്ണുങ്ങളുടെ വർത്താനം പറയണ്ട. ഇതും മിണ്ടണില്ലല്ലോ. നാത്തൂന് അങ്ങോട്ട് വിളിച്ചു നോക്കിയാ? അങ്ങോട്ട് വിളിച്ചില്ല. അങ്ങോട്ട് വിളിച്ചില്ല ഇതുവരെ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചെടുക്കുവാന്നറിയാലോ. ഏതാ നമ്പർ? ഏതാ കിടക്കണത്? എത്ര പ്രാവശ്യം വിളിച്ചേക്കണത്? അതാണ് റിങ്ങുന്നുണ്ട്. ഹലോ, ഇതാരാണ്? എന്താണോ തമ്മി മിണ്ടാത്തത്? കുറെ ദിവസമായാലും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നമ്പറിലേക്ക്. തനിക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ കണ്ട പെമ്പിള്ളേരുടെ ഫോണിലേക്ക് എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? കൂടുതൽ കളിച്ചാലേ ഞങ്ങൾ പോലീസിന്റെ അടുത്ത് വിളിച്ച് പറയും. ഹലോ, കണ്ടാ? വിളിക്കും, ഒന്നും കൂടി വിളിക്കും, ഒന്നും കൂടി വിളിക്കും. കട്ട് ചെയ്തു. ഇത് ഞരമ്പ് രോഗി തന്നെ. വിളിക്കൂലായിരിക്കും കേട്ടോ. അതിന് വിളിക്കുന്നു. വിളിക്കുന്നുണ്ടല്ലോ. കണ്ടാ കണ്ടാ? അപ്പൊ ഇവ മനഃപൂർവ്വം ചെയ്യണതല്ലേ? കട്ട് ചെയ്തു. ഹലോ 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 ഹലോ. പൊട്ടന്മാരെ വിളിച്ച് കളിക്കണ. ഹലോ ഹലോ എന്നൊക്കെ വിളിച്ച്. ഏട്ടാ, ഇങ്ങോട്ട് വന്നേ. നാത്തുവിന്റെ ഫോണിലെ 2 ദിവസമായിട്ട് ഏതോ ഒരു ഞരമ്പ് രോഗി വിളിച്ചോണ്ടിരിക്കുന്നു. ഒന്നും മിണ്ടണില്ല. ഫോൺ വന്നോണ്ടിരിക്കണോ? എടുത്താ ഒന്നും മിണ്ടൂല. കളഞ്ഞാടി. ഇതൊക്കെ ഇങ്ങനെ സ്ഥിരം ആൾക്കാർ ഓരോരുത്തർ വിളിക്കും. ആരെങ്കിലും നമ്മുടെ നമ്പർ കിട്ടുമ്പോൾ ഇതുപോലുള്ളവർ വിളിക്കും. നമ്മളത് മൈൻഡ് ചെയ്യരുത്. നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് കുഴപ്പമാവുന്നത്. പിന്നെ എന്നാലും എത്ര പ്രാവശ്യം ഒരു ദിവസം നോക്കിക്കേ ഏട്ടൻ, നോക്കി എത്ര പ്രാവശ്യം അവൻ വിളിച്ചേക്കണേന്ന്. മിണ്ടാതിരിക്കണേ എങ്ങനെയാ? ഞാനിപ്പോ വിളിച്ച് അപ്പൊ ഫോൺ എടുത്ത് ഞാൻ നല്ല വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഇനിയിപ്പോ അവർക്ക് രസം തോന്നില്ല വീണ്ടും വിളിക്കുമ്പോഴെ കൊണ്ടാക്കാനായിട്ട്. വീണ്ടും വിളിച്ചിട്ട് ഏട്ടനൊന്ന് വിളിച്ചേ. എന്തിനാ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊക്കെ പോണ നമ്മള്?
ചുമ്മാ ഇതൊക്കെ മൈൻഡ് ചെയ്യരുത്. വലിയ ഉണ്ടല്ലോ. ആ ഹലോ 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 എന്താ എടുത്തില്ലല്ലോ. ഇതാ ഞങ്ങള് ഞാൻ പറഞ്ഞ ഞരമ്പ് രോഗിയാണ്. നോക്കല്ല നമുക്ക് ഇതിന്ന് വിളിച്ചു നോക്കാം. കട്ടി എടുക്കുന്നില്ല. അയ്യാ ഇത് സ്ഥിരം പണിയാ. അപ്പൊ ഇതിന്ന് വിളിച്ചാലേ എടുക്കുള്ളൂ. അതിന്ന് വിളിച്ചാൽ എടുക്കും, പക്ഷെ മിണ്ടൂല. ഒന്നുകൂടെ വിളിച്ചു നോക്കിയ. ഹലോ ഹലോ നിങ്ങളാ ഹലോ നിങ്ങളാ ഹലോ ഹലോ എന്തോടെ എല്ലാരും കൂടെ ഇവിടെ ഒരു ഗൂഢാലോചന? എന്താണ്? ഞങ്ങള് എല്ലാവരും ചേർന്നൊരു പ്രശ്നം ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്രശ്നത്തിൽ ആദിഭാഗത്താണോ പ്രതിഭാഗത്താണോ? പറയാനായിട്ടില്ല. പ്രശ്നം എന്ന് പറയുമ്പോൾ മിക്കവാറും ഞാനായിരിക്കും പ്രശ്നക്കാരൻ നിങ്ങളെയൊക്കെ സംബന്ധിച്ച്. എന്ത് പ്രശ്നം ഇപ്പോ? ക്ലീറ്റോ ചേട്ടാ 2 ദിവസമായിട്ട് നാത്തുവിന്റെ ഫോണിൽ എടുത്താൻ വിളിച്ചോണ്ടിരിക്കുക. ആരടി? നിന്റെ ഫോണിൽ നീ നമ്പർ കൊടുക്കാതെ പിന്നെ നിന്നെ ആര് വിളിക്കണത്? ഞാനായോ? ഏവനാ വിളിക്കണത്? അഡ്രസ് ഞാൻ ചോദിച്ചില്ല കേട്ടാ. ആരാന്നറിയാൻ വേണ്ടിയല്ലേ വിളിച്ചോണ്ടി. നിങ്ങളുടെ ചൂടാവണം എന്തിന്? വിളിച്ചു നോക്കട്ടെ. ആരാണ് ഏത് നമ്പറിൽ നിന്ന് വിളിച്ചത്? എന്റെ ക്ലീറ്റോ അതെ നമ്പറൊക്കെ അതിനകത്തുണ്ട്. അങ്ങോട്ട് വിളിച്ചാൽ അയാൾ മിണ്ടൂല, ഇങ്ങോട്ട് വിളിച്ചാൽ എടുത്താ മിണ്ടൂല. ഇപ്പൊ അവള് വിളിച്ച് സംസാരിച്ചപ്പോ സംസാരിക്കും, പക്ഷെ എടുത്തു. ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ എടുക്കുന്നില്ല. ഈ ഫോണിൽ നിന്ന് വിളിച്ചാൽ എടുക്കും. ഞാൻ ഈ ഫോണിൽ നിന്ന് വിളിച്ചപ്പോ അവൻ കട്ടി കളഞ്ഞു. ഏത് അലവലാതിയായാലും അവന് ഞാൻ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്റെ പാർട്ടിയിലെ പിള്ളേരുടെ ഒരു വാക്ക് പറഞ്ഞല്ലോ അവന് പൊക്കിക്കൊണ്ട് വരും. ചുമ്മാ ഇതെന്ന് അങ്ങനെ നാട്ടുകാരെ കൂടെ അറിയിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ പിന്നെ എങ്ങനെ എന്നെ പോലെ ഒരു പ്രമുഖന്റെ ഭാര്യയുടെ മേലിൽ ഇങ്ങനെ സൈബർ അറ്റാക്ക് വരണമെങ്കിൽ സാധാരണക്കാരന്റെ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും ഈ നാട്ടില്? അതൊന്നും ഞാൻ വെച്ച് പൊറിപ്പിക്കൂല. എനിക്കറിയാം എന്താ ചെയ്യണമെന്ന്. ക്ലീറ്റോ ചേട്ടാ ഒന്ന് വിളിച്ചു നോക്കിയേ. ആര് വിളിച്ചാലും ഇതില്ല അവസ്ഥ. എനിക്ക് ഊമയാണോ മിണ്ടാത്തത്? എന്താ ഫോൺ ചെയ്യാൻ പോണത്? വഴിയുണ്ട്, വഴിയുണ്ട്. യവനല്ല ഇവന്റെ അപ്പനെ വരെ ഞാൻ പൊക്കിയിട്ടുണ്ട്. ആണോ? പിന്നെ എളുപ്പമല്ലേ, അയാളെടുത്ത് വെച്ചാൽ മതി. അയാളുടെ മോനായിരിക്കും. കൂടുതൽ തമാശ ഇങ്ങനെ പറയല്ലേ കനക കേട്ടോ. സീരിയസ് ആയിട്ടൊരു കാര്യം ഒരുത്തം പറയുമ്പോൾ അതിനെ അങ്ങ് വളിപ്പാക്കണമായി. ഓ ഇത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എന്താണ് ഫീമെയിൽ വോയിസ്. അത് നല്ല പരിപാടിയാ. നമ്മുടെ അടുത്താണ്. പെണ്ണുങ്ങളുടെ സംസാരത്തിൽ അളിയൻ മിടുക്കനാ. അങ്ങനെ ആരെ വേണോ വളക്കി വളയും. അങ്ങനെ വളച്ചാണല്ലേ അവളാ. അങ്ങനെ അങ്ങോട്ട് പറയല്ലേ. നിന്റെ പഴയ കാമുകി ഉണ്ടല്ലോ സുമലത, അവളോട് ഒരുപാട് പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് നിനക്ക് വേണ്ടിയിട്ട്. സുമലത അത് വിട്. ഇതേ ഇതിപ്പോ ഈ ഞരമ്പ് രോഗികളുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് നമ്മൾ വിളിക്കുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പരുക്ക ശബ്ദത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവന്മാർ ഇട്ടിട്ട് ഓടും പേടിച്ച്. നമ്മൾ എന്ത് ചെയ്യണം? വളരെ സ്നേഹത്തോടെ അനുകമ്പയോടുകൂടി അവരോട് സംസാരിക്കണം. എന്നാലേ നമ്മളെ ട്രാക്കിലേക്ക് വരും. കാര്യങ്ങളൊക്കെ അറിയാം. ഞാനൊരു പൊതുപ്രവർത്തനമാണ്. ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ പൊന്നും മോളൊരു കാര്യം ചെയ്യും, അവനെ വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടെ സംസാരിക്കും. സ്നേഹത്തോടെ സംസാരിക്കാൻ ആളെ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിന്റെ അടുത്ത് കൊഞ്ചി കുഴയാനല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പറ്റൂല എന്താണെങ്കിലും. വേണ്ട, ഞാനേ ഇത് എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം നല്ലല്ല. ഇതല്ലേ നമ്പർ? അവസാനം കിടക്കുന്ന നമ്പർ അല്ലയാ. ഹലോ ഹലോ, എന്തിനാ ഇങ്ങനെ വിളിച്ചിട്ട് കട്ട് ചെയ്യുന്നേ? പേടിച്ചിട്ടാ? എന്തിനാ പേടിക്കണേ? ഓ എനിക്കും പേടിയുണ്ട്. ഞാൻ ഭർത്താവ് ഉണ്ടായിരുന്നേ നേരത്തെ, എനിക്കതാ പേടിയായിരുന്നേ. എന്താ പേര്? കുട്ടൂസോ? നല്ല പേര്. എന്റെയോ പൊന്നു. പൊന്നൂസെന്ന് വിളിച്ചോട്ടെ എന്നാ? പിന്നെന്താ, അങ്ങനെ തന്നെ വിളിച്ചോ. വിളിക്കാൻ പോണോ? എന്ത് പിന്നെ വിളിക്കോ? രാത്രിയിലാ വിളിക്കണേ.
ഞാൻ കാത്തിരിക്കും. വിളിക്കാതിരിക്കല്ലേ കേട്ടോ. അയ്യോ ശരി എന്നാ. ഉമ്മ ഇവനെ നോക്കിയോ. കൊഞ്ചു കുഴഞ്ഞപ്പോ ഫോൺ എടുത്ത്. ഇതാണ് പറയണത്. യവനെ ഇനി നോക്കിയോ. യവനെ നമ്മൾ ഇവിടെ കൊണ്ടുവരും. ഇവനെ വരുത്തും നമ്മള്. അല്ല ഇവിടെ ഇരിക്കുന്ന ആളല്ല. അളിയാ ഇതൊക്കെ എന്റെ ഒരു ചെറിയ നമ്പർ. ഇതിപ്പോ പൂവാലിന് മടുത്ത് കാണും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എത്ര നേരം ഇത് നോക്കിയിരിക്കുന്നത്. എന്റെ കെട്ടിയാൻ കിടന്നോ? ഏട്ടൻ കിടന്നു. ഞാൻ പോട്ടെ. 10 മിനിറ്റ് കൂടി നോക്കാം. 10 മിനിറ്റ് അത്രയും താമസിച്ചില്ല. ഇനി വിളിക്കും. എത്ര സമയമായി അറിയാമോ? 10 മിനിറ്റ് അവർക്ക് ഉറങ്ങണ്ടേ? ഇച്ചിരി എണ്ണ ഇട്ടിട്ട് പോ. ആ ആ ഞാനോ റെഡി. ഇഡ്ലിറ്റല്ലേ എപ്പോഴും വർത്താനം പറഞ്ഞ. ഹലോ കുട്ടൂസേട്ടാ, എന്താ ഇത്ര വൈകിയത്? എത്ര നേരമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഓ അവിടെ ആരും ഉറങ്ങില്ല അല്ലേ? ആ ഇവിടെ പിന്നെ അമ്മയും മോളും ഉറങ്ങി. ആ ഹസ്ബൻഡ് പോയി, ഡ്യൂട്ടിക്ക് പോയി. ATM സെക്യൂരിറ്റി അല്ലേ? ആ നൈറ്റ് ഡ്യൂട്ടി. അപ്പൊ അങ്ങനെ ആരായിരിക്കും? ഇടേ ശബ്ദം കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം. എൻ്റെ ബലമായ സംശയം അമ്പിളിക്കുട്ടൻ്റെ കൂടെയുള്ള ഏവനോ ആണ് എന്നാണ്. എങ്കിൽ നേതാവേ, നമുക്ക് അമ്പിളിക്കുട്ടനായിട്ട് ഒരു പണി കൊടുക്കാം. എന്തോന്ന് പണി? അവന്റെ ഭാര്യ രാഖിയുടെ നമ്പർ തപ്പിയെടുത്ത് നമുക്ക് ഇതുപോലെയൊക്കെ വിളിക്കാം. ഓ അതെ, ഇമാതിരി ചെറ്റത്തരം കാണിക്കാണ് ക്ലീറ്റസ് നേതാവ് അത്ര ചെറ്റയല്ല കേട്ടാ. നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ലാത്ത പരിപാടിയൊന്നും വേണ്ട. രണ്ടുപേരും ഞാൻ പറഞ്ഞതുപോലെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലോട്ട് വരണം. എന്തായാലും അവനെ കിട്ടിയോടെ തട്ടണം. ഇടേ നിങ്ങൾ തട്ടയും തടവൊന്നും വേണ്ട. ആദ്യം നമുക്ക് അവനെ പിടിക്കാൻ നോക്കാം. പിടിച്ചു കഴിഞ്ഞിട്ട് ആരാണെന്ന് കണ്ടിട്ട് ബാക്കി എന്താ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. അല്ല നേതാവേ, തങ്ക ചേച്ചിയുടെ ഭർത്താവായ നേതാവ് ഉള്ളപ്പോൾ ആ കള്ള കാമുകന് എങ്ങനെ വരും? ഇത് പെളുക്കുവോളം മറ്റേ എന്തോ വായിച്ചിട്ട് രാമായണം. ആ അത് വായിച്ചിട്ട് സീതയുടെ ഭർത്താവ് ആരെന്ന് ചോദിച്ച പോലെ ആയല്ലേ ഇത്? ശ്രീരാമൻ. ആ അപ്പൊ അതൊക്കെ അറിയാല്ലേ? ഓ എടെ കഴുതേ, ഞാൻ അതല്ലേ പറഞ്ഞത്. ഞാൻ ATM സെക്യൂരിറ്റിയാണ്, നൈറ്റ് ഡ്യൂട്ടിക്ക് പോവും എന്നെല്ലാം പറഞ്ഞില്ലേ? ആ അപ്പൊ വൈകുന്നേരം വീട്ടിലോട്ട് വരാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അയ്യോ അത് തന്നെ വലിയ ഭാഗ്യം. ഒരു കാരണവശാലും നമ്മുടെ ഓപ്പറേഷൻ പാളിപ്പോകാൻ പാടില്ല. എന്ത് വില കൊടുത്തും നമുക്ക് ആ പൂവാലിനെ പിടിച്ചേ പറ്റും. അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ? അവനെ കയ്യിൽ നിന്ന് കിട്ടട്ടെ. വെറുതെ നിയമം കയ്യിലെടുക്കണ്ട. ഇത് നിയമമല്ലല്ലോ, ഇത് വടിയല്ലേ. ഓ മായി നോക്കി ഞാൻ പറഞ്ഞ അതല്ല. നമ്മൾ അടിക്കാനും പിടിക്കാനൊന്നും പോണ്ട. പിടിച്ചു കെട്ടി പോലീസ് ഏൽപ്പിക്കുക, അത്രേ ഉള്ളൂ. നടരാജ, ഇപ്പം ഭരണ പൂവാലിന് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. വല്ല ജിമ്മന്മാരാണെങ്കിൽ ഇഴിക്കുന്നതിൻ്റെ നെഞ്ചമൂടി കലക്കും. വാവളന്ന് വീഴും. ആ അതുകൊണ്ട് അതൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞ പോലെ ഓപ്പറേഷൻ. നിങ്ങൾ അവിടെ, അളിയൻ അവിടെ, ഞാൻ അവിടെ, ജമന്തി അവിടെ, തങ്കം ഇവിടെ. നമുക്ക് എല്ലാവർക്കും കൂടി അകത്തിരിക്കാം. പേടിക്കണത്തിന് നീ മാത്രം ഇവിടെ നിന്നാ മതി. പിന്നെ നമ്മളെല്ലാവരും നിൽക്കുന്നോ? തങ്കം ഞാൻ വല്ലം നീ ഇവിടെ നിൽക്കുന്നു, പിടിക്കണം. അയാള് വരുന്നു. അയാൾ വരുമ്പോ നിങ്ങളൊന്ന് പിടിച്ചാ പോരെ? അപ്പൊ നമ്മൾ വന്നോളാം. ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ ഇവിടെ വിളിച്ചിരിക്കണം അതിനല്ലേ. ഞങ്ങൾ നിൽക്കുകയാണ്, നീ പേടിക്കണത്തിന്. നമ്മളെ ലൈറ്റ് ഓഫ് ചെയ്യണം, അത് മറക്കരുത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം എവിടെ ആയിരുന്നു. ഹലോ
കുട്ടൂസേ എവിടെയാ? ഫ്രൂട്ട്സ് കടയുടെ അടുത്തോ? ആ ഗേറ്റ് നീല അറിയാലോ. ഇല്ല, ഹസ്ബൻഡ് പോയി നൈറ്റ് ഡ്യൂട്ടിക്ക്. ഞാൻ എപ്പോഴേ കാത്തിരിക്കുന്നു, എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ. ആ ആ പിന്നെ കുട്ടൂസ് വരുമ്പോഴേക്ക് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യും. ആരും കാണാണ്ട് അകത്ത് കയറിയിട്ട് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാം കേട്ടോ. ആ ശരി എന്നാ പെട്ടെന്ന് വാ. അവിടെ ഫ്രൂട്ട്സ് കട. നീ പോ. അയാളോട് വരുമ്പോ അറിയാലോ. ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ചെയ്തോ. ആ ലൈറ്റ് ഓഫ് ചെയ്തോ. ഓഫ് ചെയ്തോ. അവിടെ വരെ ഇരുന്നോ. പൊന്നൂസേ, പൊന്നൂസേ, ഞാൻ കണ്ടേ പൊന്നൂസ്. പൊന്നൂസേ, ഇത് ഞാനാ, നിന്റെ കുട്ടൂസേട്ടെ. നിങ്ങളല്ലേ അമ്പലത്തിന്റെ അവിടെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന കടയിലിരിക്കണേ? ഓ, അത് കഴിഞ്ഞ ദിവസം ഞാനും മോളും കൂടി മൊബൈൽ റീചാർജ് ചെയ്തത്. അപ്പൊ എന്റെ പൊന്നൂസിന് കുട്ടൂസേട്ടന്റെ ഓർമ്മ ഉണ്ടല്ലേ പൊന്നൂസ്? ഇയാളുടെ കടയിൽ ഞാൻ മൊബൈൽ റീചാർജ് ചെയ്ത് ഞാൻ നമ്പർ കൊടുത്തായിരുന്നു. നിനക്കെന്താ കുഴപ്പം? നീ പെൺപിള്ളേരെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യലടാ. ഇതാരെന്നറിയാമോ? ഞാൻ ആരെന്നറിയാമോ? ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. എന്റെ ഭാര്യയാണ് നീ വിളിച്ച് ശല്യം ചെയ്തിട്ടുള്ള. മനസ്സിലായില്ലേ? ആര്? എടാ ഇത് മറ്റേ രാഹുൽ അച്ഛൻ പഞ്ചാര കുട്ടപ്പൻ. ആ മൊബൈൽ കടയിലെ. അത് ശരി. നരച്ചില്ലേ കളവാ. മോളെ പ്രായമല്ലേ ഉള്ളു. നല്ല രീതിയിൽ കട നടത്തുന്നവരോട് പറയിപ്പിക്കാനായിട്ടാണ് യോമാർ ഇറങ്ങിയിരിക്കുന്നത്. അല്ലെ പരിപാടി അറിയാമോ? ഇപ്പോ വീട്ടമ്മമാരൊന്ന് നമ്പർ കൊടുക്കും റീചാർജ് ചെയ്യാനായിട്ട്. അത് അവർ സേവ് ചെയ്ത് വെക്കും. ഒന്നുകിൽ അവർ സമയം കിട്ടപ്പെടുത്തി വിളിച്ച് കൊഞ്ചും. അതും പോട്ടെ, വരുന്ന പയ്യന്മാർക്ക് പോലന്മാർക്ക് 100 രൂപ 50 രൂപ മേടിച്ചിട്ട് ആ നമ്പർ അവർ കൂടെ കൊടുക്കും വിളിക്കാനായിട്ട്. ഈ നമ്പറോ? നമുക്ക് ഒന്ന് പോലീസ് ഏൽപ്പിക്കാൻ മുമ്പ് എന്റെ പൊന്നു എന്റെ പൊന്നു മോളെ, ഈ അമ്മാവനോട് ക്ഷമിച്ചോ. അമ്മാവൻ എന്റെ പൊന്നു മക്കളെ, എന്നെ പോലീസ് ഏൽപ്പിക്കണേ. പോലീസ് ഏൽപ്പിച്ച എന്റെ മോൻ രാഹുൽ അറിയും. ഞാൻ അവന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അങ്ങനെയുള്ള വീണ്ടും വിചാരമൊക്കെ ഉണ്ട്. മോൻ അറിഞ്ഞ കുഴപ്പമുണ്ട്. കുടുംബവും കുട്ടികളായിട്ട് കഴിയുമ്പോ കുറച്ച് മര്യാദക്ക് ജീവിക്കണം. തല നിറച്ചില്ലേ? മക്കളെ പ്രായമുള്ളവർക്ക് മക്കളെ രീതി പെരുമാറണം. പൂവാലം പൂവാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എനിക്ക് 2 കൊടുക്കാന്ന് പറഞ്ഞത്. ഇതിപ്പോ പൂവില്ലാത്ത വാലിനായി പോയി. Alien versus Alien.